മനുഷ്യ ശരീരം എടുത്ത് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്നപ്പം ഈ ശരീരം ഇത്രയും പോകുന്നത്? നമ്മുടെ ആയുസ് എങ്ങനെയാ ഇങ്ങനെ കുറഞ്ഞു പോയത്? എപ്പോഴാണ് ഇത്രയൊക്കെ ജീവിച്ചത്? ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് എന്നാ 50 വയസ്സായേ ഒന്നും ചെയ്തില്ലാലോ. ചിലർ പറയും കുട്ടികളൊക്കെ ഇത്ര വേഗം മുതിർന്നു, നമ്മളുടെയൊക്കെ സമയം കഴിഞ്ഞു. അച്ഛനും അമ്മയും അധ്വാനിച്ചിട്ട് അവരുടെ യൗവനം മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത് അല്ലേ? നമ്മുടെ യൗവനം അവർക്ക് പകർന്നു നൽകുക. നമ്മൾ വയസ്സാവുമ്പോഴാണ് എന്തിനെക്കുറിച്ച് ചിന്തിക്കുക? ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോഴേക്കും ഇങ്ങനെ ഇരിക്കാൻ വയ്യ. അർച്ചനയ്ക്ക് എല്ലാവരും വന്നു. അതെ, പൂവും വിളക്കും ഇവിടെ തന്നെയാണ് ചെയ്യാറ്. വിളക്കും പൂവൊക്കെ ആയി ചന്ദനത്തിരി എല്ലാം ആയി വന്നു. എന്നാൽ അവിടെ ചമണ പണിഞ്ഞേണ്ടി ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ അയ്യോ അത് മാത്രം വയ്യ, ഒരു സ്റ്റൂളും കസേരയൊക്കെ കൊണ്ടുവരൂട്ടോ എന്ന് പറയൂലേ? പ്രായം നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാതെ നമ്മുടെ ശരീരം പോലും നമ്മൾ പറഞ്ഞത് കേൾക്കണില്ല, പിന്നെയാണോ മറ്റുള്ളവരെ? അങ്ങനെയാണ് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ജനിച്ചതേ കൃഷ്ണൻ എവിടെയാ? കാരാഗ്രഹത്തിലാ. 2 കാരാഗ്രഹം. ഒന്ന് അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ചുരുണ്ട് മടങ്ങിയില്ലേ, ലൈറ്റും വെളിച്ചൊന്നുമില്ല, എരുമ്പുളിയും കുട്ടി ആകെ കൂടെ എരിഞ്ഞ് നിറിയിട്ട് വയ്യ. മറ്റൊന്ന് കംസൻ്റെ കാരാഗ്രഹം. ശ്രീരാമചന്ദ്രനും ജനിച്ചു വീണു എന്നല്ലാതെ കാനനവാസായിരുന്നില്ലേ? എന്തെല്ലാം അപരാധങ്ങൾ കേട്ടു ശ്രീകൃഷ്ണൻ അല്ലേ? സമന്തകമണി മോഷ്ടിച്ചു, കള്ളനാ പറഞ്ഞു. നമ്മളും എന്താ പറയണേ? വെണ്ണ കള്ളൻ അല്ലേ? കള്ള കൃഷ്ണനാന്നല്ലേ പറയാ? ശരിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം? കംസൻ നികുതി ചുമത്തിയിത്രേ. ഈ ഗോപബാലന്മാർ പശുവിനെ നോക്കി കറന്നെടുത്ത് ആ വെണ്ണ കൊണ്ടുപോയി വിറ്റിട്ട് വേണം നികുതി, വലിയ നികുതി അടയ്ക്കാൻ. വെണ്ണ വിറ്റാലല്ലേ നിങ്ങൾ നികുതി അടയ്ക്കൂ. കൃഷ്ണൻ അതൊക്കെ കഴിക്കൂ. കാക്കയ്ക്കും പൂച്ചയ്ക്കും അണ്ണാനും എല്ലാം കൊടുത്തു. ഗോപികമാർക്ക് ദേഷ്യമായി. പക്ഷെ കൃഷ്ണനെ എന്ത് ഇഷ്ടമായിരുന്നു അവർക്ക്? കണ്ണാ വിളിച്ചിട്ട് ആ വടി ഇങ്ങോട്ട് എടുക്കൂത്രേ. പക്ഷെ ആ ചുണ്ട് പിളർത്തി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ കോമള ചുണ്ടു പിളർത്തി നിന്നിടുമ്പോൾ ഓമനിച്ചിടുവാൻ തോന്നുമത്രേ. അയ്യോ തല്ലല്ലേ പറഞ്ഞിട്ട് ചുണ്ട് വളർത്തി കരയുമ്പോൾ ആ വടി വലിച്ചെറിഞ്ഞിട്ട് യശോദാമ്മയും ഗോപികുമാരും വാരിയെടുത്തു ഉണ്ണിക്കണ്ണനെ എന്ന് പറയുക. ഇങ്ങനെ നമ്മളോട് ചിരിച്ചുകൊണ്ട് മനോബലത്തോടുകൂടി നിങ്ങൾ ജീവിക്കണം എന്ന സന്ദേശമാണ് രാമചന്ദ്രസ്വാമിയും കൃഷ്ണനും നമുക്ക് തരുന്നത്. ഈ സന്ദേശമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സ്വന്തം ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം പ്രശ്നങ്ങളാ അല്ലേ? വീട്ടിൽ ചെന്നാൽ തുടങ്ങി ടീച്ചറേ എന്ന് പറയും ചിലർ. ഇവിടുന്ന് ഇതൊക്കെ കേട്ടു, ഇന്ന് എന്തായാലും സഹസ്രനാമം ചൊല്ലും എന്നൊക്കെ തീരുമാനിച്ചു. എന്നിട്ട് എന്തേ ചൊല്ലിയോ എന്ന് ചോദിച്ചാൽ സാധിച്ചില്ല. എന്തേ? പ്രാരാബ്ദം അല്ലേ? ആനയുടെ ശരീരം പോലെ ഗൃഹാന്തകൂപേ പതിതു യഥാ പശു. അതുകൊണ്ടാണ് ഇവിടെ ഭഗവത് സേവയ്ക്ക് എത്താത്തത്, അർച്ചനയ്ക്ക് എത്താത്തത്. അത് സ്വയം നമുക്ക് മനസ്സിലാക്കി തരാൻ ഭഗവാന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആചാര്യനിലൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തും വലിച്ചെറിയും ആ സമയമായി കഴിഞ്ഞാൽ. ഗോപികമാര് കമ്മലിടാൻ തുടങ്ങുമ്പോഴാണത്രേ വേണുഗാനം കേൾക്കുന്നത്. കമ്മൽ കാതിൽ തൂക്കേണ്ടത് ഇവിടെ തൂക്കി? കയ്യിൻ്റെ മുകളിൽ തൂക്കി ഇത്രേ. ഇപ്പോൾ കുട്ടികൾ അങ്ങനത്തെയൊക്കെ മോതിരിട്ട് നടക്കുന്ന